ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കുട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടൻ കറി സിമ്പിളായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് വെളുത്തുള്ളി തൊലിക്കുകയാണ്. വെളുത്തുള്ളി തൊലിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ടാസ്ക്കായി തോന്നാറുള്ളത്. അതിന് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു വിദ്യ ചെറിയ ഉരൽ കൊണ്ട് ചെറുതായി ഒന്ന് ചതച്ച് തൊലി അതിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കലാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ 1 കിലോ കുട്ടനിലേക്ക് ഞാൻ 3 വെളുത്തുള്ളിയും 3 സവാളയും 2 തക്കാളിയും പിന്നെ 5 മുളകുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയും തക്കാളിയും മുളകും ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ചതച്ചും കഴിഞ്ഞ് ചൂടായ ചട്ടിയിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം. സവാള വാടാൻ ഗ്യാപ്പ് എടുക്കുന്ന ഇടയിൽ നമുക്ക് കുട്ടനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ലേശം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ സവാള നന്നായി പെട്ടെന്ന് വാടിക്കിട്ടും. കുട്ടൻ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുട്ടനിലേക്ക് ഉപ്പ് പിടിച്ചു കിട്ടും. കുട്ടൻ കുക്കറിലായപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാടി തുടങ്ങിയ സവാളയിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ മീറ്റ് മസാല ഇല്ലെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്. അത് കുറച്ച് കറിക്ക് നിറം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ വേവാൻ വെച്ച കുട്ടൻ നന്നായി വെന്തിട്ടുണ്ടാകും. 6 വിസിലൊക്കെ കളഞ്ഞാൽ മതിയാകും. കുട്ടന് ബീഫിൻ്റെ അത്ര വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ കുക്കർ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി കുക്കറിൽ വെക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഡയറക്റ്റ് തയ്യാറാക്കിയ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചാലും മതിയാകും. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടൻ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇത് ഞാനിനി ഈ മസാലയിലിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ട് ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി കുട്ടൻ കറി റെഡി ആയിട്ടുണ്ട്.